ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു A to Z ചലഞ്ച് ചെയ്യാൻ പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറേ ടോയ്സ് കണ്ടപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ A to Z ചലഞ്ച് തുടങ്ങിയിട്ടും അത് അവസാനിച്ചത് വേറെ എന്തോ ഒരു വീഡിയോയിലേക്കാണ് കേട്ടോ. ഇവക്കുട്ടിക്ക് പകുതിക്കുന്നു മടുത്തു, എപ്പോഴും ഇങ്ങനെ തന്നെ പകുതിക്കുന്നു മടുത്തിട്ട് അവൾ വേറെ എന്തൊക്കെയോ സെലക്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അടിപൊളി വീഡിയോയിലായിട്ട് വരുവാ. ഞാൻ ഇന്ന് ഷാർജയിലുള്ള മോളിയാണ്. അപ്പോൾ മോളി കയറിയിട്ടാണ് സ്റ്റെപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മോളി കയറിയിട്ടാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് പ്രൈവറ്റ് ടോയ്സ് എടുക്കുമ്പോൾ A to Z ആയിരുന്ന ടോയ്സ് എടുക്കാൻ പോകാം. A to Z വരെ ടോയ്സോ? ഓക്കെ, നമുക്ക് നോക്കാമല്ലേ. A to Z വരാമെന്നല്ല, ഇവക്കുട്ടിക്ക് ഇഷ്ടമുള്ള ടോയ്സ് എടുക്കാം. 10 ടോയ്സ് എടുക്കാം. ഇവക്കുട്ടിക്ക് ഇഷ്ടമുള്ള 10 ഐറ്റംസ് എടുക്കാം. ഓക്കെ, അല്ല അമ്മ പറഞ്ഞിട്ടു ഞാൻ അമ്മ D വാങ്ങുന്ന A വേണോ അത് പട്ടിണിക്കുന്നു. അങ്ങനൊന്നും അല്ല, ഇവക്കുട്ടിക്ക് ഏതാ വേണ്ടുന്നത് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിക്കോ. പൊട് അങ്ങനെ വെറുതെ വലിച്ചിടാനല്ല, ഇവക്കുട്ടിക്ക് ആവശ്യമുള്ളത്. എന്താ ആനിമൽസോ? ഇവക്കുട്ടി A for animals. A to Z വരെയാക്കുന്നാ? ഇല്ല, പക്ഷേ ഇത്ര വലുതൊന്നും എടുക്കാൻ പാടില്ല, ചെറുതേ എടുക്കാൻ പാടുള്ളൂ. ഇത് വെറുതെ വെക്കുന്നതാ. A for ഏതൊക്കെയാ? ഇവളെന്തായി ചെയ്യുന്നേ? എവിടെയാണ്? ഇവിടെ എവിടെയും ഇല്ല. എടാ, ആനിമൽസ് എന്തോന്ന് ചെയ്യുന്നേ? ഫോർ ആനിമൽസ്. ഓക്കെ, അതിൻ്റെ ചെറുതെടുക്ക്. നമുക്ക് ആ ബോക്സ് ഒന്നും ആവശ്യമില്ല. ചെറിയ ആനിമലിനെ എടുത്തേ. മുകളിലത് ചെറിയ ആനിമൽ. ഇതെന്താ കിട്ടിയ സാധനം? എന്താണെന്ന് എനിക്കറിയില്ല. മരപ്പാമ്പ് പോലെയുണ്ട് സാധനം. ഇത് ആനിമൽസിൻ്റെ കുഞ്ഞി ആനിമൽ, കുറേ ആനിമൽസ് കുറേ കുഞ്ഞു ആനിമൽസ് ഇത് നോക്കി, ഒരുപാട് കുഞ്ഞു ആനിമൽസ് എല്ലാവരും ഉണ്ട് ഇതിൽ. ഒന്നെടുത്തോ, ഓപ്പൺ ചെയ്യാൻ പാടില്ല, അതിലിട്. ഓക്കെ, നമുക്ക് ഇതിലുള്ളത് വാങ്ങിക്കാം. ഓക്കെ, A to Z വരെയുള്ള എടുക്കും, പക്ഷെ അതിൽ ഒറ്റയൊന്ന് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, എന്താ സാധനം? എന്തത്? എവിടെ? എവിടെ? ടോയ്സിന്റെ മുകളിലുള്ള പേര് നോക്കിയിട്ടാണോ എടുക്കുന്നത്? എസിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അതാ, പൊളിക്കല്ല, അങ്ങനെ വിളിച്ചെടുക്കല്ലേ. അതിനുള്ളിൽ വെക്കുക. അമ്മ പറഞ്ഞുതരാം എന്താന്ന്. അതില്ലേ, ഇതെന്താണ്? ഇത് സാൻഡാണ് മോളെ. സാൻഡ്. S ഫോർ സാൻഡ്. ഓക്കെ, സാൻഡ്. SI. B ഫോർ എന്താ? B ഫോർ ബോളാ. ഇത് ബോളല്ലല്ലോ. എടുത്തു. B ഫോർ ബെൻ 10. എൻ്റെ അമ്മോ. ഓക്കെ, അതെനിക്ക് ആവശ്യമുണ്ടോ? വെറുതെ എടുക്കുന്നതാ? വെറുതെ എടുക്കണ്ട. ഓക്കെ, B ഫോർ ഇവക്കുട്ടി എവിടെയാ കണ്ടുപിടിച്ചേ? എടുത്തേ. കവർ വേണം. ഇതിലിട്. ലാസ്റ്റ് എല്ലാം ഇവിടെ തന്നെ വെക്കേണ്ടതാണ്. ഇട്. എല്ലാം ഇവിടെ തന്നെ വെക്കേണ്ടതാണ്. എന്നത് പെട്ടിക്കൂട് പോലെയുണ്ട്. ഹൗസാ? ഹോം. അതവിടെ വെച്ചാൽ അതൊന്നും ആവശ്യമില്ലടാ. നോക്കാനൊന്നും പറ്റൂല. ഓപ്പൺ ചെയ്ത് കീറാൻ പാടില്ല. ഇവക്കുട്ടി കീറാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതാണ് A to Z തുടങ്ങിയ വീഡിയോ. ഈ ടോയ്സ് വേണ്ട തൽക്കാലത്തേക്ക്. ഇവക്കുട്ടീൻ്റെ അടുത്ത് കുറേ ടോയ്സൊക്കെ ഉണ്ട്. അവിടെ വെക്ക്. അത് ആവശ്യമില്ല ഇവക്കുട്ടി. വേണ്ട. ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ്. ഇങ്ങോട്ട് വാ. ഇവക്കുട്ടിക്ക് ഇതൊന്നും വേണ്ടേ?
പിന്നെന്താണ്ട് എന്ത് ഇങ്ങോട്ടോ അവിടെ വേറൊരാളുണ്ട്. ഇങ്ങോട്ടോ. ഈ വീടാ വേണ്ട വിക്കട്ടിക്ക്? പെപ്പ പിഗിൻ്റെ വീടാണോ കിട്ടിയത്? പെപ്പ പിഗിൻ്റെ വീടാണത്. ടോയ്സ് ഒന്നുമില്ല, വീട് മാത്രമേ ഉള്ളൂ. അതിനിതാ സൗണ്ടും ആവും. സൗണ്ടാക്കി കിട്ടിയത് പ്രസ് ചെയ്തേ. പെപ്പ പിഗിൻ്റെ സൗണ്ട്. ഹായ്, പാട്ടൊക്കെ പാടുന്ന. മതി വാ. മതിയടാ വാ. അതൊന്നും ആവില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊന്നും ആവില്ല. ഇതിൽ ഈ സൗണ്ട് ആവുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത്രയും ടോയ്സ് ഉണ്ടായിട്ട് ഇതാ വേണ്ടത്. വന്നേ. ഇതെന്താ ഇത് പ്രസ് ചെയ്തേ. ഹായ്, എന്തൊക്കെയാ പോവാത്തേ? ഓക്കെ, റെഡി ഓക്കെ. മുകളിലേക്കെല്ലാം വരുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ വാ. ഇതും സെയിം തന്നെയായി. വാ. അതും പെപ്പ പിഗ് തന്നെയാണ്, വേറൊന്നല്ല. യൂണിക്കോൺ അല്ലല്ലോ അത്. മൈ ലിറ്റിൽ പോണി. ഇവകുട്ടിക്ക് ബോറടിച്ച് തുടങ്ങി. ടോയ്സിനെ കണ്ട് ഇവകുട്ടിക്ക് എന്നെ ബോറടിച്ച് തുടങ്ങി. സ്കേറ്റിംഗ് ബോർഡ്. ഇവകുട്ടീൻ്റെ ഫേവറേറ്റ് സ്ഥലം സ്കേറ്റിംഗ് ബോർഡ്. ഓടിച്ചു നോക്കുന്നോ? വീഴാൻ പാടില്ലേ? ഓടിച്ചു നോക്കിയേ. ആയി പോകുന്നുണ്ടല്ലോ. ഇവിടെ ഇത് വലുതാ. ഇത് വലിയ ആളെ സ്കേറ്റിംഗ് ബോർഡ്. അത്രയാ വലുതത്. ചെറുതില്ലേ? ചെറുത് നോക്കിയേ. ഇതെന്താ? ഹായ്, കുഞ്ഞി സ്കേറ്റിംഗ് ബോർഡ്. ഓടിച്ചു നോക്കിയേ. കയറി വയ്ക്കുന്ന അച്ഛൻ. ക്യൂട്ട് ആനക്കുട്ടി. കാണിച്ചു തന്നെ നമുക്ക്. അതിന് നല്ല ക്യൂട്ട്. ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇരുന്നിട്ട് കാണിച്ചു തന്നെ. നിലത്ത് ആക്കാൻ പാടില്ല. ബുക്കിലോ? ബുക്ക് ഉണ്ടാവും കുറേ. ഏതായി കുട്ടി വലിയ ബുക്കെല്ലാം എടുത്ത് വെച്ചിനി. ഹായ്, നോക്കട്ടെ. എന്താ ഡയറിയാണോ? ഇതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടല്ലോ. ഇത് ഡയറിയാണോ? ഇതാ 2024 to 26 വരെ ഉണ്ട്. ഹായ്, ഇതാ അല്ല, ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഇപ്പുറം നോക്കട്ടെ. ഇവകുട്ടിക്ക് എല്ലാം എഴുതി വെക്കാനൊക്കെ ഉള്ള വലിയ ബുക്കായത്. സ്റ്റിക്കേഴ്സൊക്കെ അതിലുള്ളതാ മോളെ. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ലില്ല, ആ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഒട്ടിക്കാനൊക്കെ പറ്റും. ദൈവീന്ന് എടുത്തിട്ട് ഇവകുട്ടിക്ക് എവിടെയൊക്കെയാണ് ഒട്ടിക്കേണ്ടത് അതിനൊക്കെ പറ്റുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. 26 വരെയുള്ള ഡയറി. അത് ഡയറി ഇവകുട്ടിക്ക് ആവശ്യമില്ല കേട്ടോ. ഇവകുട്ടി എഴുതാൻ പഠിച്ചോ? ഇല്ലല്ലോ, എഴുതാൻ പഠിച്ചില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇത്രയും വലിയ ഡയറി എടുക്കുക? ഒട്ടിക്കാൻ പാടില്ല. ഇവ അങ്ങനെ ചെയ്യരുത്. അവിടെ വെക്ക്. ഇവകുട്ടി വല്ല പെൻസിലും കുഞ്ഞു ബുക്കെല്ലാം ഉണ്ടോ നോക്ക്. കുഞ്ഞു ബുക്ക്. ഇതാ യൂണിക്കോണിൻ്റെ ബുക്കുണ്ട്. എടുക്കാൻ പറ്റാത്തേ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഇതിൻ്റെ കൂടെ പെന്നുണ്ട്, ലോക്കുണ്ട്. അതിനൊരു ലോക്കുണ്ട്. വേറെ ഉണ്ടല്ലോ. ഇതാ കുറേ ഡയറി. ഒരുപാട് ഡയറി ഉണ്ടല്ലോ. ഇതെല്ലാം വലിയ ചേച്ചിമാരതാ. ഇവക്കുട്ടിക്ക് വേണ്ടുന്നല്ല കേട്ടോ, മോക്ക് വേണ്ടുന്നല്ലത്. എന്തിനാ? ഇവക്കുട്ടി ഓരോ പേജ് എടുത്തിട്ട് ചിത്രം വരച്ചിട്ട് കട്ട് ചെയ്ത് കളയാനല്ലേ അല്ലേ? ഇത് ഇവിടെ ഫുൾ ഡയറിയും പെന്നും പെൻസിലൊക്കെയാണ്. വലിയ യൂണിക്കോൺ. നോക്കട്ടെ. ഹായ്, കൊമ്പൊക്കെ ഉണ്ടല്ലോ. ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ആക്കി. സോഫ്റ്റൊക്കെയാണ്. പക്ഷെങ്കിൽ ഇവക്കുട്ടിക്ക് എന്തിനാ പിക്ചർ വരച്ചിട്ട് കട്ട് ചെയ്ത് കളയാനല്ലേ? കട്ട് ചെയ്യില്ല. ഇതിൽ ചെറിയ ബുക്ക് എടുക്കുക. ചെറിയ ബുക്ക്, കുഞ്ഞു ബുക്ക്. അത് ചെറുതാണല്ലോ. ചെറുതെടുത്തേ. പെൻസിലൊക്കെ ഉള്ളിയുണ്ടല്ലോ. ഇതിന് പിന്നെ അത് സോഫ്റ്റ് ആയിട്ടുള്ളത്.
അതിലൊരു പെന്നുണ്ട്, അടിപൊളി പെന്നാണല്ലോ. അതിനൊരു ലോക്കും ഉണ്ട്. വാ, ദേ ഒരു കുഞ്ഞ് ലോക്കൊക്കെ ഉണ്ടല്ലോ. ഇതോ? ഇപ്പൊ കുട്ടിക്ക് ഡയറി.